ഹലോ, എന്താ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും? ഞങ്ങൾ ഇവിടെ എല്ലാവരും സുഖമായിരിക്കണു. അപ്പോൾ ഇന്നിപ്പോൾ കാലത്ത് നമ്മൾ പുട്ടുണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, പുട്ടും കടലയും കൂടിയിട്ട്. അപ്പോൾ പുട്ടിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുട്ടിന്ന് വൈകുന്നേരം ദിയ വന്നിട്ട് ദിയയ്ക്ക് ഞങ്ങൾ പുട്ട് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എടുക്കണം വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ദിയമോള് വേഗം കഴിച്ചു ഓടിപ്പോയി സൈക്കിൾ ചവിട്ടാൻ. പിന്നെ ഇന്നുണ്ടായ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ദിയമോൾക്ക് ഇന്ന് യൂണിഫോം, ദിയമോളുടെ യൂണിഫോം ഒന്ന് ഞങ്ങൾ തയ്ക്കാൻ കൊണ്ടു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളിന്ന് കൊണ്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ചേച്ചിയും തയ്ക്കുന്നുണ്ട്, ചേട്ടനും തയ്ക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 4-5 വീട് അപ്പുറത്താണ് ആ ഒരു വീട് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ യൂണിഫോം തയ്ക്കാൻ കൊണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം, അതായത് മിക്കതും തിങ്കളാഴ്ച ഞങ്ങൾക്ക് എന്തായാലും ഉണ്ണിക്ക് യൂണിഫോം, ദിയമോൾക്ക് യൂണിഫോം ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഉണ്ണിമാവിനെ എടുത്തിട്ട് നമ്മുടെ തൊട്ട് പുറകിൽ നമ്മുടെ ദൃശ്യ ഇരിക്കുന്നത് കാണാം. ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതാ നമ്മുടെ ദിയമോള്, നിങ്ങളെല്ലാവരും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ദിയമോളുടെ കയ്യിൽ ഒരു കവറ് കാണാമല്ലോ. അത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ അയൽവക്കം, നമ്മുടെ ഒരു കുടുംബം പോലെ തന്നെ അവർ എപ്പോഴും ഉണ്ണീനെ കാണാൻ ഒരു ദിവസത്തിൽ ഒരു 3 വട്ടമെങ്കിലും നമ്മുടെ അയൽവക്കം ആ ചേച്ചി വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ജസ്റ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിലും വീട്ടിലൊരാളുള്ള പോലെയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചാലും, ദൃശ്യം വിളിച്ചാലും ഒന്ന് ഓടി വരാനൊക്കെ നമ്മുടെ ഒരു അയൽവാസിയാണ്. പിന്നെ നമ്മുടെ ഒരു ബന്ധം അതുപോലെയാണ് കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, അവരുടെ മകൻ ഗൾഫിലാണ്. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. ശരിക്കും എത്ര നാളായില്ല ഒരു കല്യാണം? 6 മാസമായിട്ടുള്ളൂ. 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. 6 മാസമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടിയും ചേച്ചിയും കൂടിയിട്ട് നമ്മുടെ ഉണ്ണിവാവയ്ക്ക് ചെറിയൊരു ഗിഫ്റ്റ് പോലെ കൊണ്ടു തന്നിട്ടുണ്ട്. അവരുടെ ഒരു സന്തോഷം നമുക്കത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഉണ്ണിവാവയ്ക്ക് കിട്ടുന്നത് നമുക്ക് വലുതാണ്. എന്താണെങ്കിലും അത് ഇനിയിപ്പോൾ ഒരു കൺമഷി ആണെങ്കിലും നമുക്കത് വലിയൊരു കാര്യം. കാരണം ഉണ്ണിവാവയ്ക്കാണ് അവർ മനസ്സറിഞ്ഞ് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് എന്തെങ്കിലും ദിവസം ഒന്ന് കാണാം. കാണിച്ചു കൊടുക്ക്, എന്താണ് ഉണ്ണിവാവയ്ക്ക് കൊണ്ടുവന്ന് കേട്ട്. അമ്പ് പൊളി പൊളി പൊളി, കുഞ്ഞുടുപ്പ്, കുഞ്ഞ സോക്സ്, കാണിച്ചു കൊടുക്കുന്നത് പിങ്ക് കളറിൽ അടിപൊളി ഉടുപ്പ്. അടിയടാ, ഇത്ര പോകുന്നതല്ലേ, കുഞ്ഞതല്ല പിന്നെ അടിപൊളിയുണ്ട് അല്ലേ. കിടി 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 ഷട്ടമ്മയ്ക്ക്. അച്ഛൻ്റെ കുട്ടിക്ക് ഈ കണത്തെ കളറ് ഇല്ലല്ലോ, ഇങ്ങനത്തെ കളറ് ഡ്രസ്സ് നമുക്ക് ഇല്ലല്ലേ. ദിയയ്ക്കും ഇല്ലല്ലേ. അടിപൊളി, ഒരു വെറൈറ്റി കളറ് അല്ലേ. ദിയയ്ക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു കളറ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സൂപ്പർ. ഇഷ്ടായ നെക്ലസ് ഒക്കെ ഇഷ്ടായ? ഇതേപോലത്തെ നെക്ലസ് ഉള്ള ഒരു ഡ്രസ്സ് ദിയയ്ക്കുണ്ട്. റെഡല്ല, മജന്ത ആണല്ലോ അത്. നമ്മള് കടങ്ങോടൊക്കെ പൂരത്തിന് പോയിട്ടൊരു ഫോട്ടോ ഉണ്ട് ഉണ്ണിയുടെ ഒക്കെ. സൂപ്പർ, ഉണ്ണി വായിക്ക് കിട്ടിയത് അടിപൊളി. എന്ത് പറയണു, നല്ല കളറായില്ലേ. നല്ല കളറായില്ല, വെറൈറ്റി. ഇതുവരെ നമുക്ക് ഇല്ലാത്തൊരു കളറ്, ഇതുവരെ കിട്ടാത്തൊരു കളറ്. ഷട്ടുമ്പൊക്കെയാണ് അല്ലേ. ഓർക്കാണോ? അപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സമ്മാനം, അത് എത്ര ആണെങ്കിലും അത് വലിയൊരു സമ്മാനമാണ്. അവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം ആവണുള്ളൂ. ചേട്ടൻ വിശേഷങ്ങളൊക്കെ അറിയാറൊക്കെ ഉണ്ട്. വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ കാണാറുണ്ട്. ഉണ്ണിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ട്. ആളായാലും കുഴപ്പമൊന്നുമില്ല, നല്ല കമ്പനിയൊക്കെയാണ്. പിന്നെ സതീച്ച് എപ്പോഴും കമ്പനിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയുടെ കാര്യങ്ങൾ അറിയാനും കാര്യത്തിനൊക്കെ വരാറുണ്ട്. ഒരു ദിവസത്തിൽ 2-3 വട്ടം വരും, അന്വേഷിക്കും, അങ്ങനെയൊക്കെ. മുന്നേ തൊട്ട് അങ്ങനെ കേട്ടോ, ഗർഭിണിയായിരിക്കുമ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തരും, അങ്ങനെയൊക്കെ വരും. അവർ സപ്പോർട്ടാണ് കേട്ടോ അവര്. സന്ദീപ് വൈഫിന്റെ പേര് എന്താ പറഞ്ഞു? ശ്രീജിത. വിളിക്കുന്ന പേര് നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ണിമോൾന്ന് വിളിക്കും. ഉണ്ണിമോളെന്നല്ലേ? ശ്രീജിത. ഞാൻ ഉണ്ണിമോളെന്നാണ് കേട്ടേക്കണത്. ഉണ്ണിമോൾ തന്നെ വിളിക്കുക വീട്ടില്. ശ്രീജിത എന്നാണ് ശരിക്കുള്ള പേര്. സന്ദീപ് ശ്രീജിത. എന്താ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു? ഫാർമസി.
ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ ഈ സന്ദീപിൻ്റെ വൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വരും ഉണ്ണീനെ കാണാനൊക്കെ, ഇടയ്ക്കിടയ്ക്ക് വരും. നമുക്ക് സന്തോഷമുള്ള കേട്ടോ ഉണ്ണീനെ കാണാനൊക്കെ വരിക എന്ന് പറയുമ്പോൾ. തുത്തുമ്പുക ഉടുപ്പ് ഇഷ്ടമായില്ലേ, സൂപ്പറായില്ലേ. അപ്പം നമ്മളെന്ത് യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞില്ല കേട്ടോ അച്ഛൻ്റെ കുട്ടി. അതെ, ആ ഇവിടെ ഒരു പൂവൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. പൊളി. തത്താ യൂണിഫോമിന്റെ കാര്യം പറയുന്നേ. യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ തിങ്കളാഴ്ച കിട്ടുകയാണെങ്കിൽ അടിപൊളി. തിങ്കളാഴ്ച ഇട്ടിട്ട് പോലോ അല്ലേ നമ്മളവിടെ. തിങ്കളാഴ്ചക്ക് ചിലപ്പോ ഡിറ്റേഷൻ ഒക്കെ ഉണ്ടാവും. ഇന്ന് ഡിറ്റേഷൻ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച ചിലപ്പോ ഡിറ്റേഷൻ വീണ്ടും ഉണ്ടാവും. അപ്പൊ ചെയ്യണം. ക്ലാസ്സിൽ എല്ലാവരും യൂണിഫോം ഇട്ടിട്ട് വന്നോ? ക്ലാസ് എത്ര പേരുണ്ടാവും യൂണിഫോം ഇടാത്തവര്? യൂണിഫോം ഇടാത്തവര് പേര് പറയാം. എത്ര പേരുണ്ടാവും? 3-4 പേരുണ്ടാ? ഒരു 5 പേരൊക്കെ ഉണ്ടാവും. 5 പേരുണ്ട്. ചീത്ത പറഞ്ഞ ടീച്ചർ യൂണിഫോം ഇടാത്തന്നെ? ടീച്ചർ പറയാറില്ലേ? ടീച്ചർ ഇല്ല. യൂണിഫോം എവിടെയാന്ന് ചോദിച്ചാ? യൂണിഫോം പെട്ടെന്ന് തയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. യൂണിഫോം ഇടുമ്പോഴാണ് എല്ലാ കുട്ടികളും നല്ല ഭംഗി. ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ മാമന് വയ്യാത്ത കാരണല്ലേ നമ്മൾ യൂണിഫോം തയ്ക്കാൻ കൊടുക്കാഞ്ഞത്. ഇപ്പൊ കൊണ്ടെടുത്തൂല വേഗം. ഇനി കിട്ടൂട്ടോ തിങ്കളാഴ്ച. എന്തായാലും ഞായറാഴ്ച ഒക്കെ നമുക്ക് തരും തോന്നുന്നു. തിങ്കളാഴ്ച കിട്ടിട്ട് പോവാലോ. ഓക്കെ. അപ്പൊ ഉണ്ണിയുടെ ഉടുപ്പ് നന്നായിട്ട് നല്ല വൃത്തിയിൽ മടക്കി ഒതുക്കി എടുത്ത് വെക്കിട്ട്. പിന്നെ ഈ ഒരു ഉടുപ്പൊക്കെ ഇടുമ്പോ ഒരു എത്ര ഇതിലാണ് നമ്മൾ ആ ഉടുപ്പൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ? 6 മാസമൊക്കെ ആവണം. 6 മാസം ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഇടാം. ഇതൊക്കെ നടക്കുമ്പോ ഇടുമ്പോഴാണ് രസം. അതായത് ആ ഫ്രോക്കേ നടക്കുമ്പോ ഇടുമ്പോഴാണ് അടിപൊളി വരുന്നത്. അതിട്ടിട്ട് ഇങ്ങനെ അതൊക്കെ നല്ല രസം. കാലത്ത് പുട്ടും കടലുണ്ടാക്കിയിട്ടേ നമ്മള് ദിയാനെ കണ്ടില്ലല്ലോ വീഡിയോയില്. കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് രാവിലെ ദിയമോള് നേന്ത്രപ്പഴം പുഴുങ്ങിയത് മാത്രമേ കഴിച്ചിട്ട് പോയുള്ളൂ. പിന്നീടാണ് ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പുട്ടും കടലയും ഉണ്ടാക്കിയത്. പിന്നെ പുള്ളിക്കാരത്തി സ്കൂൾ വിട്ട് വന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വിശന്നിട്ടല്ല വരിക. അപ്പോൾ അവൾ കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായത്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം ഒരു യൂണിഫോം തയ്ക്കാൻ കൊണ്ടുപോയി കൊടുക്കാൻ പോയി. എല്ലാവരും ഇട്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു യൂണിഫോം. അപ്പോൾ വേഗം അത് തയ്ക്കാൻ കൊണ്ടുപോയി കൊടുത്തു. ആൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അത് കൊടുത്തു. പുട്ട് ഇഷ്ടായ കടല് നന്നായി കഴിച്ച? നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ചേട്ടൂടെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അമ്മയ്ക്ക് പുട്ട് തന്നിട്ടുണ്ടോ ചോദിച്ചപ്പോ പുട്ട് തന്നു. അയാൾ വയറ് നടത്തിട്ട് പെട്ടെന്ന് കിടന്നുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാരും ഫുഡ് കഴിച്ചാ? എല്ലാവരും ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. സമയം എത്ര ആയില്ലേ? അപ്പൊ നമുക്കും കഴിക്കില്ല ഇനി. ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളും ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാം. ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. ബൈ. അപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിക്കേ.